ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു പട്ടുപാവാട നമുക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് അറിയുകയും ചെയ്യാം. നമുക്ക് കൊച്ചുമക്കളുള്ളവർക്കൊക്കെ പട്ടുപാവാട തയ്ക്കുന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു പട്ടുപാവാട പോലെ ഇതുപോലെ, അതായത് നമുക്ക് സാധാരണ നല്ലൊരു ബൊട്ടിക്കിലൊക്കെ തയ്ക്കണം ആ ഒരു ലെവലിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ആ സാരിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതുപോലെ ആ സാരിയിൽ നിന്ന് മുറിച്ചൊരു ബ്ലൗസും ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു മോഡൽ നമ്മൾ ഇറക്കം കുറഞ്ഞ ഒരു ബ്ലൗസിൽ ആ ഒരു പ്രിൻസസ് കട്ടിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ പറയണ കാൽക്കുലേഷൻസ് ഒക്കെ ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ തയ്ക്കാൻ പറ്റും കേട്ടോ. തുണി കൂടിയാലും നമുക്കിപ്പോൾ ഒരു വേണ്ട തുണി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഹിപ്പ് സൈസ് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി തുണി നമുക്ക് വേണം സാധാരണ കേസിൽ. അപ്പോൾ സാധാരണ ഒരു കുട്ടിക്ക് ഒരു 3 മീറ്ററൊക്കെ വേണ്ടി വരും. പിന്നെ ഇപ്പോൾ 4 മീറ്റർ എടുത്താലും കുഴപ്പമില്ല. ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം നിങ്ങൾ 4 4.5 എടുത്തിട്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ ഞാൻ പറയണ കാൽക്കുലേഷൻ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും നമുക്ക്. ഇപ്പോൾ നല്ല ഉള്ളിലേക്കൊക്കെ നിന്ന് തുണി ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ തുണി കുറവാണെങ്കിലും നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ 3 മീറ്റർ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ കൂടുതലാണെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ആ കിട്ടുന്ന അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ ഞാനെൻ്റെ സാരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പഴയ സാരി ഞാൻ എടുത്തേക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള തുണി. അപ്പോൾ ഇതിൻ്റെ മുന്താണിയുടെ ഭാഗം അതുപോലെ തന്നെ വേറെ ബ്ലൗസിന് മുറിക്കേണ്ട ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു മുന്താണിയുടെ ഭാഗം നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ഈ ഒരു ഭാഗമല്ലേ, അത് ബ്ലൗസിൻ്റെ ഒരു പീസായിരുന്നു. അപ്പോൾ ഞാൻ അതും മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ബാക്കി വന്ന തുണി എനിക്ക് എത്ര ഉണ്ടായിരുന്നു എന്ന് അളവടക്കം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അളവ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു മോളുടെ ഈ പാവാടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിതേ രണ്ടായിട്ട് മടക്കി ഒപ്പം വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അളവ് പാവാട വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ എൻ്റെ പാവാട ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ 14.5 കണ്ടോ, 14.5 ഇഞ്ചാണ് ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂട്ടിയാകുമ്പോൾ നമുക്ക് 29 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ബാക്കിൽ കടലാസിൽ എഴുതി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് ഇങ്ങനെയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 29.5 കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ മുകളിൽ ഈ ഒരു ഭാഗമില്ലേ, നമുക്കൊരു ബെൽറ്റിൻ്റെ ഭാഗം, അതൊരു ബാൻഡ് നമ്മൾ തയ്ക്കില്ലേ, പട്ട. അപ്പോൾ അതിന് വേണ്ടി 1.5 ഇഞ്ചാണ് ഞാൻ എൻ്റെ ഈ പാവാടയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ചുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇനി നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാൻഡിൻ്റെ ആ മുകളിൽ നിന്ന് തന്നെ കേട്ടോ, കണ്ട ഏറ്റവും അറ്റത്തുനിന്ന് തന്നെ താഴോട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ചാൽ മതി ബാൻഡിൻ്റെ സൈസ്. അപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 41 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ബാൻഡിൻ്റെ സൈസ് നമ്മൾ കുറയ്ക്കണം. 1.5 ഇഞ്ച് നമ്മളത് കൂട്ടിയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ച് കുറച്ചിട്ട് ആണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അത് കൂട്ടണ്ട. അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യേണ്ടത് കണ്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാണ്. അപ്പം നീ കണ്ടില്ലേ, ഇതുപോലെ ആ ബാൻഡ് കൂട്ടാണ്ടാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അതാണ് ഇതുപോലെ വരിക. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന അളവ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. എടുത്ത അളവെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്ത് എനിക്ക് 41 ഇഞ്ചാണ് പട്ടുപാവാട തയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത്. 41 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് ബാൻഡ് എടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ ആ 1.5 ഇഞ്ച് കുറയ്ക്കണം. കാരണം അത് വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതല്ല. അപ്പോൾ 41 നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 39.5 ഇഞ്ച് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ അളവ് ഇതുപോലെ എടുക്കാം കേട്ടോ. 39.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 0.5 നമ്മൾ സീം അലവൻസ് കൊടുക്കണം. നമുക്ക് ആ ഒരു ബാൻഡായിട്ട് നമ്മുടെ പാവാടയായിട്ട് കണക്ട് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വേണം. താഴെ നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ പട്ടുപാവാടയ്ക്ക് അടിയിലൊരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവിടെ മടക്കി തയ്ക്കാറില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് 40 ഇഞ്ചാണ് വേണ്ടത്. കണ്ടില്ലേ. അപ്പോൾ എൻ്റെ അളവാണ് ഞാൻ പറയണത്. നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ അളവ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 4-5 മടക്കായിട്ട് ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ് ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സാരി ഇങ്ങനെ ഇട്ടൊന്ന് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ല. അതിൽ മുമ്പായിട്ട് സാരി ഒന്ന് ഇതാക്കിയിട്ട് എനിക്ക് 40 ഇഞ്ചല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ താഴെ നിന്ന് 40 ഇഞ്ചിട്ടാണ് മുകളിലോട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഇതാണ്ട 40 ഇഞ്ച് താഴെ വെച്ചിട്ട് മുകളിലോട്ട് ഇത് അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ടോ.
മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ അടയാളപ്പെടുത്തി നമ്മൾ ആ ഒരു ഫുൾ ലെങ്ത്ത് നമ്മൾ വേണ്ട ഒരു ലെങ്ത്ത് നമ്മൾ ആ എഴുതി വെച്ചിട്ടില്ലേ, അതാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും, എനിക്ക് ഉറപ്പാണത്. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ മോൾ ഭാഗത്ത് അടയാളപ്പെടുത്തി, ബാക്കി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് ബാൻഡ് വയ്ക്കാൻ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ഇതിനുപയോഗിച്ചിട്ടില്ല, നമ്മൾ അതിനുപയോഗിക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു പീസ് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കണ്ടില്ലേ, അപ്പോൾ എന്തെങ്കിലും ചെയ്യാം നമുക്ക് ആ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇനി താഴോട്ട് നമ്മുടെ ലെങ്ത്ത് കണ്ടല്ലോ, ഫുൾ ലെങ്ത്ത് 40 ഇഞ്ചെന്ന് കണ്ടല്ലോ. അപ്പോൾ അതേ താഴത്തെ ഭാഗം കസവായിട്ട് നമ്മൾ സാധാരണ പട്ടുപാവാടയ്ക്ക് വെക്കില്ലേ, അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോൾ 4 മീറ്റർ ആയാലും എടുത്താൽ മതി, അല്ലെങ്കിൽ 3 മീറ്റർ എടുത്താൽ 3 മീറ്ററെങ്കിലും വേണം, നമ്മുടെ ഹിപ്പ് സൈസിൻ്റെ 3 ഇരട്ടി വേണം കേട്ടോ, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തുണി എടുക്കുന്നത് എങ്ങനെയാണ്, തുണിയുടെ ഇത് ഞാൻ കുറേ വെട്ടിക്കളഞ്ഞു. നമുക്ക് പ്ലീറ്റ്സ് എങ്ങനെയാണോ ഒതുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പ്ലീറ്റിൻ്റെ വീതി, ഇപ്പോൾ സാധാരണ നോർമൽ കേസിൽ നമ്മൾ പ്ലീറ്റിന്, ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന പ്ലീറ്റ് ഒരു 1.5-ൻ്റെ 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ്. 2 ഇഞ്ച് കൊടുക്കാം, 1 ഇഞ്ച് കൊടുക്കാം. ചെറിയ പ്ലീറ്റ്സിൻ്റെ, വലിയ പ്ലീറ്റ്സിൻ്റെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു 1.5 ഇഞ്ചിൻ്റെ, അതാണ് 1.5 ഇഞ്ചിൻ്റെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ചിലർക്ക് 1 ഇഞ്ചാവും ഇഷ്ടം, ചിലർക്ക് 2 ഇഞ്ചാവും ഇഷ്ടം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ ആദ്യം തൊട്ട് തുണി ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തുണിയുടെ എത്ര ഇഞ്ചാന്ന് നോക്കണം, അതായത് എത്ര ഇഞ്ചാന്ന് കണ്ടോ, സെൻറ്റിമീറ്റർ അല്ല നോക്കേണ്ടത്, മീറ്ററും അല്ല നോക്കേണ്ടത്, എത്ര ഇഞ്ചാന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുക. കണ്ടോ, അപ്പോൾ 60 ഇഞ്ച് നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുണി മുറിച്ചത് മൊത്തം മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് വീണ്ടും അളന്ന് ഞാൻ ഫുള്ളായിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എത്ര തുണി എടുത്തു എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടോ, ഞാൻ മൊത്തം ഇതുപോലെ അളന്നെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാഞ്ച് തുണി ഉള്ളത് അതിൻ്റെ ഫുള്ളായിട്ട് ഇഞ്ചിൽ അളവെടുക്കുക. ഇഞ്ച് ഭാഗം പിടിച്ചിട്ട് കേട്ടോ, സെൻറ്റിമീറ്ററോ അതൊന്നും അല്ല എടുക്കേണ്ടത്. മീറ്റർ ഞാൻ പറഞ്ഞുതരാം, അതിന് മുമ്പായിട്ട് ഇഞ്ച് ആദ്യം എടുക്കുക, എന്നിട്ട് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ഇഞ്ചാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളുടെ തുണി എത്ര എടുക്കണം, അത് എത്ര ഇഞ്ചിലാന്ന് നോക്കുക. അപ്പോൾ ക്ലോത്തിൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു, ഞാൻ ഇപ്പോൾ അളന്ന് നോക്കിയില്ലേ, അത് 156 ഇഞ്ചുണ്ട്. അപ്പോൾ ഞാൻ ലെങ്ത്ത് നിന്ന് കൊടുത്തിട്ട് അതല്ല കേട്ടോ, ഞാൻ കട്ട് ചെയ്യണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട വെച്ചിട്ട്. അപ്പോൾ 3.5 മീറ്റർ, അതായത് 156 ഇഞ്ചുണ്ട്. അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3.96 മീറ്റർ അങ്ങനെ വരും. 3 മീറ്റർ 96 ഇതാവും. എൻ്റെ ഹിപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ഇഞ്ചാണ്. 28, അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസ്, നമ്മൾ 2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അങ്ങനെ അത് റൗണ്ട് ചെയ്ത് 30 എടുക്കട്ടെ, 2 ഇഞ്ച് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 156 ഇഞ്ചിന്ന് നമുക്ക് കിട്ടിയല്ലോ നേരത്തെ ആ തുണിയുടെ വൈഡ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റാണ് കൊടുക്കണേ. അപ്പോൾ ഈ 156 ഇഞ്ചിനെ നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ സൈസ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വീതി കണ്ടത് 30 ഇഞ്ചാണ്. അപ്പോൾ 156നെ 30 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 5.2 കിട്ടും. ഈ ഒരു മെഷർമെൻറ്റ് 1.5 ഇഞ്ചിൽ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ തുണിയിൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തുണി, അപ്പോൾ നമ്മൾ കറക്റ്റ് തുണി, ഇത്രയും തുണി നമ്മുടെ ഹിപ്പിലേക്ക് പ്ലീറ്റ്സ് ആയിട്ട് കൊള്ളിക്കുന്ന രൂപത്തിലാണ് ഞാനിപ്പോൾ ഈ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 2 സൈഡ് തുണിയുടെ 2 ഭാഗത്തും വക്കടിക്കാന്ന് പറയില്ലേ, അപ്പോൾ ഇത് ഈ സാരിയുടെ ഇതായതുകൊണ്ട് ഞാൻ 2 ഭാഗം അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സുകൾ ഇതിലെങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുക നോക്കുക. ഒരു ചെറുതായിട്ട് 4 ഇഞ്ചിലാണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്, ഈ ഭാഗം അപ്പുറത്തെ ഭാഗം കണ്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ 4 ഇഞ്ചിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം, ഇതിപ്പോൾ ഈ ഈ സാരി തുണി ആയതുകൊണ്ട് ഇങ്ങനെ വിട്ടു പോരാറുണ്ട്, ഞാൻ 4 ഇഞ്ച് അടി വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത്രയും വേണ്ട, ശരിക്കും ഒരു 6 ഇഞ്ചിൽ അടിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മുടെ ആ ഓപ്പൺ ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടാവില്ല നമ്മുടെ പട്ടുപാവാട വരെ, അവിടെ വരെ കൊടുത്താൽ മതി. ഇത് കണ്ട, ഞാൻ പക്ഷെ അറ്റം വരെ കൊടുത്തിട്ടുണ്ട്. ഈ തുണി ഇങ്ങനെ വിട്ടു പോരുന്ന തുണി ആയതുകൊണ്ട്, നൂല് പിന്നീട് തുണി ആയതുകൊണ്ട് അറ്റം വരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ തയ്ച്ചെടുക്കുക കേട്ടോ, അറ്റം വരെ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ 4 ഇഞ്ചിൽ ഇപ്പുറത്തും തയ്ച്ചു കൊടുക്കുക 2 ഭാഗത്തും കേട്ടോ. അപ്പം ഞാൻ തുണി മുറിച്ചതിൻ്റെ കണക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞ 156 ഇഞ്ചുണ്ട് കേട്ടോ, അതാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ഇഞ്ചുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി അളവുകൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തുണി ആദ്യം വിരിക്കുക,
എന്നിട്ട് നമ്മളിതേ കണ്ട അടിഭാഗം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ കട്ട് ചെയ്ത ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പിന്നുകൾ എടുത്തിട്ട് വന്നു. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്ന് കുത്തിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അത് അങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സിനെ ഉള്ളിലേക്ക് തുണി ഉള്ളിലേക്ക് കയറ്റി ഇടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്ത് തന്നെ ഒരു ഇഞ്ച്, നിങ്ങൾ 1 ഇഞ്ച് വിട്ടോളൂ. ആ 1 ഇഞ്ച് നമ്മൾ വിടുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മെഷർമെൻറ്റുകൾ പറയാം. ഞാൻ ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് നേരത്തെ എത്ര ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ പ്ലീറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് എടുത്തു. നേരത്തെ നമ്മൾ ആ ഹിപ്പിൻ്റെ സൈസ് അളന്ന് 156 ഡിവൈഡഡ് ബൈ 30 കിട്ടിയപ്പോൾ നമുക്ക് 5.2 കിട്ടിയില്ലേ? ആ 5.2 ഇവിടെ അടയാളപ്പെടുത്തുക, ആ 1.5ക്ക് ശേഷം. മനസ്സിലായല്ലോ? അതിനുശേഷം വീണ്ടും നമ്മുടെ പ്ലീറ്റിൻ്റെ വീതി അടയാളപ്പെടുത്തുക. മനസ്സിലായോ? പ്ലീറ്റിൻ്റെ വീതി അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിനുശേഷം 5.2 അടയാളപ്പെടുത്തുക. ഇതുപോലെ അടയാളപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ 5.2 എന്തിനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? ഈ തുണി നമ്മുടെ ഉള്ളിലേക്ക് പോകാനുള്ള തുണിയാണ്. ഞാൻ പറഞ്ഞല്ലോ മാക്സിമം തുണി ഉള്ളിലേക്ക് പോകും. അപ്പോൾ നല്ല പ്ലീറ്റ് നല്ല കറക്റ്റായിട്ട് കിടക്കും. കണ്ടോ? അപ്പോൾ വീണ്ടും ഞാൻ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, 1 ഇഞ്ച് എടുത്തു, അതിനുശേഷം 1.5 ഇഞ്ച്, അതിനുശേഷം 5.2, അതിനുശേഷം 1.5, 5.2. ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു തുണിയിൽ ഫുള്ള് നമ്മുടെ തുണി. അപ്പോൾ ഈ ഒരു തുണി നമ്മളിങ്ങനെ അളന്ന് വരുമ്പോൾ കറക്റ്റ് പ്ലീറ്റ്സുകൾ നമ്മുടെ ഹിപ്പിനനുസരിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആ 1 ഇഞ്ചിൻ്റെ വിട്ട്, 1 ഇഞ്ചിൻ്റെ നമ്മൾ എടുക്കരുത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ തുടങ്ങിയില്ലേ, അവിടെ നിന്ന് ആ 1 ഇഞ്ചിൻ്റെ വിട്ടു, അതിനുശേഷം 1.5 ഇഞ്ചിൻ്റെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു 5ൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം അത് ഒരു 5നേക്കാളും മുമ്പ് വന്ന് നിൽക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ വെക്കുമ്പോൾ ആ ഒരു ഭാഗം കണ്ട ഒപ്പായി വരും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ പിന്നെയാണ് അത് നമുക്ക് പ്ലേറ്റ് കറക്റ്റായിട്ടുള്ളൂ. ആദ്യത്തെ പ്ലേറ്റ് നിങ്ങൾ നോക്കണ്ട, അത് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് കാണാമല്ലോ. നമ്മൾ ആ ഒരു 5.2ൻ്റെ അടുത്തേക്ക് നമ്മുടെ അതിൻ്റെ ഒരു ഇത് വരില്ല, ഫോൾഡ് വരില്ല കേട്ടോ. കുറച്ച് മുമ്പായിട്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി മുമ്പ് കണ്ടോ ആ 1 ഇഞ്ച് അവിടെ വെച്ചിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തു. കണ്ടോ? ആ ഒരു 5.2ൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അത് ആദ്യത്തേന് എത്തില്ല, രണ്ടാമത്തെ തൊട്ടാണ് നമുക്ക് എത്തി തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുത്തു. അതിനുശേഷം നമ്മളിത് ഒരു 1.5 ഇഞ്ചിന് നമ്മുടെ 1.5 ഇഞ്ചില്ലേ, ആ 1.5 ഇഞ്ച് നമ്മളിത് 1.5 ഇഞ്ച് തുടങ്ങണം. ആ ഭാഗം എടുത്തു. 1.5 ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ വീണ്ടും ആ 5 ഇഞ്ചിലേക്ക് 5.2 ഇഞ്ചിലേക്ക് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്ലീറ്റ് കിട്ടിയത് മനസ്സിലായോ? കണ്ടോ? ആ ഒരു 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റ് നമുക്ക് ഇനിയുള്ള പ്ലീറ്റുകളെല്ലാം കറക്റ്റായിട്ട് വരും കേട്ടോ. ആദ്യത്തെ ഒരു പ്ലീറ്റിന് മാത്രം ചെറിയൊരു ഇതുണ്ടാവും, അത് കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് പൊക്കോളും നമുക്ക്. ഇപ്പം മനസ്സിലായല്ലോ? ഇപ്പോൾ കറക്റ്റായിട്ട് 1.5 ഇഞ്ച് വന്നു. ഇനി നമ്മൾ ആ 1.5 ഇഞ്ചിൻ്റെ അടുത്ത ഒരു പോയിന്റ് നമ്മുടെ കണ്ടില്ലേ, അവർ വരച്ച് വെച്ചിരുന്ന പോയിന്റ്, ആ പോയിന്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ആ 5.2ലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാവുമെന്ന് വിചാരിക്കുമല്ലോ. വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നും കൂടിയും വീഡിയോ മുന്നോട്ട് അടിച്ചിട്ട് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ നമുക്ക് കറക്റ്റ് 1.5 ഇഞ്ചിൽ കണ്ടോ ഒരു പ്ലീറ്റ് നമുക്ക് കിട്ടി. കണ്ടോ? അപ്പോൾ വീണ്ടും നമ്മൾ ആ 1.5 ഇഞ്ചിൻ്റെ അവിടെ വീണ്ടും എത്തി. അപ്പോൾ നമ്മൾ വീണ്ടും 5.2ലേക്ക് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ അറ്റം വരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ ആ നമ്മുടെ ഫുള്ള് ആ ഒരു തുണി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഫുള്ള് ഇത് പൊക്കോളും. അപ്പോൾ നമ്മുടെ ആ ഒരു ഹിപ്പ് സൈസിൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ ആ പ്ലീറ്റ്സുകൾ വന്നോളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ ഉള്ള തുണിയൊക്കെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോകും. നമ്മുടെ ആ ഒരു 5 ഇഞ്ചൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ പ്ലീറ്റ്സൊക്കെ നല്ല വടി പോലെ നല്ല കറക്റ്റായിട്ട് നിൽക്കും, വളഞ്ഞ് കിടക്കില്ല. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുണി അധികമായിട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് നോക്കിയ പാവാട അത്ര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം നല്ല തുണി അധികം ഉണ്ടാകുമ്പോൾ നമ്മുടെ പാവാടയ്ക്ക് ഫിനിഷിങ് കൂടും. അതാണ്. അപ്പോൾ നമ്മുടെ അത് ഞാൻ അളന്ന് നോക്കിയിട്ടാണ്. എൻ്റെ അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് 30 ഇഞ്ച് ഉണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഹിപ്പിൻ്റെ അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ച് വ്യത്യാസം വരുള്ളൂ, അങ്ങനെ ഒരിക്കലും വ്യത്യാസം വരില്ല. പക്ഷെ എന്നാലും വരികയാണെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ബെൽറ്റിൻ്റെ ആ ഒരു ബാൻഡിൻ്റെ ഭാഗം അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1.5 ഇഞ്ചിൻ്റെ ഒരു ബാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ, ബെൽറ്റ്. അപ്പോൾ ആ ഒരു പട്ടയ്ക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് അപ്പോൾ 3 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഞ്ച് എന്ന് വെച്ചാൽ ഒരു ഇഞ്ച് അപ്പുറത്തും തയ്ച്ച് പോകാനായിട്ട്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ എടുക്കണം. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പട്ട നമുക്ക് തയ്ച്ച് വരും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ കണ്ടോ, ഒരു 3 ഇഞ്ച് കഴിച്ചാൽ ബാക്കി അപ്പുറത്തും നമുക്ക് തയ്യൽ തുമ്പുകളുണ്ട് അരയായിട്ട്. അപ്പോൾ 4 ഇഞ്ച് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് സൈസ് നമ്മൾ പറഞ്ഞല്ലോ, ഹിപ്പിൻ്റെ വൈഡ് പറഞ്ഞു നേരത്തെ.
നേരത്തെ 30 ഇഞ്ചാന്ന് പറഞ്ഞു, കണ്ടോ 30 ഇഞ്ച്. ഇനി ഇതൊന്ന് മടക്കി നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് വിടണം. അതിന് വേണ്ടി 1 ഇഞ്ച് എപ്പോഴും നമ്മൾ കൂടുതൽ കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് കൊടുത്താൽ മതി. അര ഇഞ്ച് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ എന്താ ചെയ്യണേന്നുള്ളത്. അപ്പോൾ 31 ഇഞ്ച് എടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അളവിൽ ചെയ്ത് നോക്കുക. അപ്പം ഞാനിതിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്യാൻവാസ് ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ, ക്യാൻവാസ് പേപ്പറിൽ നിന്ന്. അപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മേടിക്കാൻ കിട്ടിയോ 1.5 ഇഞ്ചിൻ്റെ, പക്ഷേ ഞാനിതിപ്പോൾ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. എൻ്റെ കണ്ടില്ലേ, ഞാൻ ഈ ഒരു രീതിയിൽ ഒരു അര ഇഞ്ച് മുകളിൽ വിട്ടിട്ട് കണ്ടോ ഈ 1.5 ഇഞ്ചിൻ്റെ പീസ് വെച്ചു കേട്ടോ. ഇവിടെ മുകളിൽ അര ഇഞ്ച് ഉണ്ടാവും, നമ്മൾ 4 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അര ഇഞ്ച് മുകളിലും താഴെ അര ഇഞ്ച് ആകുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും കണ്ടോ. അപ്പോൾ അര ഇഞ്ച് താഴെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കില്ലേ, തേച്ച് ഒട്ടിച്ചു കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നമുക്ക് അവിടെ ഉള്ളിലേക്ക് മടക്കി വെക്കാൻ വേണം കേട്ടോ. കണ്ടോ ഇതുപോലെ വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിനാണ് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തേണത് കണ്ടോ. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ വിട്ടിട്ടുണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ അവിടെ തേച്ചൊട്ടിച്ച് വരേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിണ്ടാവുമല്ലോ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ എങ്ങനെയാണ് വരണ്ടേന്നുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് ഞാൻ ഒട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മുകളിൽ അര ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്, അത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് തേച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഈ തുണി ഇങ്ങനെ ഒതുങ്ങി നിൽക്കാത്ത തുണി ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഇതൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അര ഇഞ്ച് ഇതാണ്ടില്ലേ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. ഇനി താഴെ അര ഇഞ്ച് വരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് തയ്ച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ അര ഇഞ്ച് നമ്മൾ പാവാടയിൽ തയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീത്ത പുറത്താണ് വെക്കണം കേട്ടോ. നമ്മൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ചീത്ത പുറത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു അര ഇഞ്ചിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് ഇപ്പുറത്തേക്കാണ് അത് നല്ല പുറത്തേക്കാണ് വരിക. നല്ല പുറത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ചീത്ത പുറത്തേക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഞാനിതിപ്പോൾ നല്ല പുറത്തേക്കാണ് വെച്ചാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഒരു അര ഇഞ്ചിൽ തയ്ച്ചെടുത്ത് മടക്കി കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു, അര ഇഞ്ചിൽ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല പുറത്തേക്കാണ് നമ്മൾ മടക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാകാൻ വേണ്ടിയാണ് നല്ല പുറത്തേക്ക് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽ കണ്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അപ്പോൾ ഒരു ക്യാൻവാസൊക്കെ വെച്ച് പറഞ്ഞിട്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്. എന്നിട്ട് നമ്മളിത് ആ ഒരു ഭാഗം ഒന്ന് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അറ്റം വരെ ചുളിവില്ലാണ്ട് തയ്ച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു തരം പോലെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ പാവാട തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം എനിക്ക് ആദ്യമൊക്കെ കുറച്ച് തുണിയിലാണ് ഞാൻ തയ്ക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 4 ഇഞ്ച് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ആ ബാൻഡിന് താഴെ നമുക്കവിടെ ഒരു ഓപ്പൺ വേണമല്ലോ, എന്നിട്ട് താഴേക്ക് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ താഴെ നിന്ന് തയ്ച്ചെടുത്തു കണ്ടോ. ഒന്ന് കൂട്ടി തയ്ക്കണല്ലോ ആ ഒരു ഭാഗം, അങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചാൽ നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ തയ്ക്കുമ്പോൾ കുറച്ച് തുണി കൂടുതലെടുത്ത് നല്ല രീതിയിൽ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ എടുക്കും കുട്ടികളുടെ പാവാടയൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചു വരികയാണ്. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് നമ്മളവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, താഴെ നിന്നാണ് തയ്ച്ചു വരണം കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് നമുക്കവിടെ ഒരു ഓപ്പൺ വേണമല്ലോ. ഇതാണ് നമ്മുടെ പാവാട. പെർഫെക്റ്റായിട്ട് തന്നെ എനിക്ക് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സാരി തുണിയിലായതുകൊണ്ട് ഇത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ നല്ല തുണികൾ മേടിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 4 മീറ്റർ തുണി എടുക്കുകയാണെങ്കിൽ എടുക്കാം. അത്യാവശ്യം കുറച്ചും അധികം തുണി എടുത്താലും നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. കാരണം തുണി നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി നമ്മൾ മാക്സിമം തുണി കടത്തി വിടല്ലേ. അപ്പോൾ അത്രയും പ്ലീറ്റ്സിന് ഭംഗി കൂടും. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്ത് കണ്ടില്ലേ, അതിൻ്റെ ബെൽറ്റൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് തുണി എടുത്ത് തയ്ക്കുമ്പോൾ അതിൻ്റെ പ്ലീറ്റ്സ് ഒന്നും ഒതുങ്ങി നിൽക്കില്ല, ഒരു പരന്നിട്ടാണ് നിൽക്കുള്ളൂ. ഇതാകുമ്പോൾ ഒതുങ്ങി വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്ലൗസിൻ്റെ തുണിയിൽ നിന്ന് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒരു ബ്ലൗസ് ഇതിനൊപ്പം തയ്ച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മോൾക്കാണ്. അപ്പോൾ അത് അവൾക്ക് ഇപ്പോൾ ഞാൻ സ്ലീവ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൾക്ക് സ്ലീവ് ഇഷ്ടാവില്ല, അപ്പോൾ അത് അഴിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ ഒരു ചെറിയ ബ്ലൗസുകൾ ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെയുള്ള പട്ടുപാവാടയുടെ കൂടെ ചെറിയ ബ്ലൗസ്. അപ്പോൾ അതുപോലെ പ്രിൻസസ് കട്ടിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക കണ്ടോ. നിങ്ങൾക്ക് നല്ല തുണിയിലെടുത്ത് തയ്ക്കുമ്പോൾ ഇത്തിരി കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാധാരണ സാരിയാണല്ലോ, അപ്പോൾ അതിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ തയ്ച്ചതിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാവും, കാരണം അത്രയും ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം.